ഗായ്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ്. കർക്കിടക മാസമല്ലേ, അപ്പോൾ നമുക്കൊരു ഹെൽത്തി കഞ്ഞി കുടിച്ചാലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എല്ലാവർക്കും രുചികരമായിട്ട് ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുത്തിരിയാണ് വേണ്ടുന്നത്. കുത്തിരി അല്ലെങ്കിൽ മട്ടരി എന്നൊക്കെ പറയും. പിന്നെ അതിലേക്ക് നമുക്ക് ഉലുവ വേണം, തോരപ്പരിപ്പ് വേണം, വൻപയർ വേണം, ചെറുപയർ വേണം. ഒന്നുകൂടെ പറയാം: ഉലുവ, തോരപ്പരിപ്പ്, വൻപയർ, ചെറുപയർ, പിന്നെ നമ്മുടെ കുത്തിരി. ഇനി നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. വൈകിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്, അപ്പോൾ അപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണിത് കഴുകി ഒക്കെ എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി, 4-5 ചുവന്നുള്ളി ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കൊടുക്കുക. കുക്കറിലാണ് വെക്കുന്നത്, ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്നതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഫുൾ ഫ്ലെയിമിൽ 3 വിസിലാട്ടോ ഞാൻ കേൾപ്പിച്ചത്. 3 വിസിൽ എൻ്റെ കഞ്ഞി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ എടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാടങ്ങ് അരഞ്ഞ് പോലൊരു പാകത്തിന് മാത്രം അരയാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരച്ച ഈ സാധനം, ഈ ഒരു തേങ്ങാപ്പാലല്ല, തേങ്ങയും ജീരകവും കൂടെ അരച്ച മിക്സ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് തീ ഓണാക്കി വെക്കുക, നല്ലോണം ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള അച്ചാറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ്. ഉലുവയാണെന്നുണ്ടെങ്കിൽ തോവര, ചെറുപയർ, വൻപയർ, ഇതെല്ലാം നല്ലതാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ടാറ്റാ, ബൈ.